വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയാട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കുറുകിയ കറിയാട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതുപോലെ നല്ല ക്രീമി ടെക്സ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഗ്രീൻ പീസാണ്. ഇത് ഉണങ്ങിയ ഗ്രീൻ പീസാണ്. തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് എടുത്തതാണ് കേട്ടോ. എന്നിട്ടത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടേച്ചാൽ മതി. ഉരുളക്കിഴങ്ങും ഇതേ കൂട്ട് തന്നെ ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു കറുപ്പ് നിറം വരും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറിയൊരു കറിയുണ്ട്, അതൊക്കെ പോകാനും കൂടി ആയിട്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള ഇതുപോലെ തൊലി കളഞ്ഞിട്ട് എടുക്കുക കേട്ടോ. നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യമേ ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ വേകാൻ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഞാനിത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് ഒഴിക്കണ്ട. ഇതിലേക്ക് സവാള എടുത്ത് വെക്കാം. സവാള മുഴുവനോട് കൂടി തന്നെയാണ് കേട്ടോ ഇടേണ്ടത്. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ ചീന്തി അരിഞ്ഞേക്കാണ്. പിന്നെ കുറച്ച് സവാള കേട്ടോ. മറ്റേ വേവിക്കാനായിട്ട് ഒരു സവാള ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് വലുതാണ്. അപ്പോൾ ഇത് കുറച്ച് മതിയാവും. പിന്നെ ഇച്ചിരി തക്കാളി, അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒരു ചെറിയ തക്കാളി മതി. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സവാള എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല പേസ്റ്റ് കണക്കെ ഒന്ന് അരച്ചെടുക്കാം. ഗ്രീൻ പീസൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേകാനായിട്ട് ഒരു വിസിൽ മതി കേട്ടോ. അത് ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ഇതിന് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള, സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ചീഞ്ചട്ടി ചൂടാകാൻ മാത്രം ഹൈ ആയിട്ട് ഇട്ടിട്ട് ബാക്കി എല്ലാവരും മീഡിയം ഹീറ്റിലിട്ടിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് തന്നെ ചേർത്താൽ മതി കേട്ടോ. അതും കൂടെ ഇതിലൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് നല്ല ചൂടായിരുന്നു. അപ്പോൾ അതിലേക്ക് സവാള ഇട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഞാൻ ഫുൾ ഇടുന്നില്ല, കുറച്ച് മാത്രം ഇതിലേക്ക് ഇടുന്നതാണ്. ബാക്കി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗ്രീൻ പീസിൻ്റെ അകത്തും ഉരുളക്കിഴങ്ങിലും ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നിങ്ങനെ അടച്ചു വെക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരും. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല കുറവാണ് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തവിയുടെ ബാഗ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം മുളക് പൊടി ഇട്ടോളൂ കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഈ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഈ എണ്ണയിൽ ഇതിനകത്തൊന്ന് മൂപ്പിക്കാം. കരിഞ്ഞു പോകരുത്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക്
നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഇടാം. അരച്ചു വെച്ചിരിക്കുന്ന സവാള. ഇങ്ങനെ സവാള അരച്ച് ചേർക്കുമ്പോഴേ കറിക്ക് നല്ലൊരു കൊഴുപ്പാട്ടോ. ഇനി മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കാം. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കാം കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ഇപ്പോഴാണ് ചേർക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ വഴറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ മണം അങ്ങോട്ട് പോകും. കുറച്ച് കറിവേപ്പില. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. മതി കേട്ടോ, ഇത്രയും മതി. ബാക്കി ഓൾറെഡി എല്ലാ സാധനങ്ങളും വെന്തത് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്നും നന്നായിട്ട് തിളച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് കറിയൊക്കെ നല്ല കുറുകി നല്ല ക്രീമി ആയിട്ടുള്ള കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. വളരെ കുറച്ച് മല്ലിയില ചേർത്താൽ മതി കേട്ടോ. നമ്മുടെ ഒരു നാടൻ കറിയുടെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. ബാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കറിയിൽ ഓയിലാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഇതിലും വറുത്തിടാനും ഓയിൽ തന്നെയാട്ടോ ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ ഉള്ളി, വറ്റൽ മുളക്, കറിവേപ്പില. ഉള്ളി ഒരു ചെറിയ ബ്രൗൺ നിറായി. ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. സവാള വേവിച്ചിട്ട് അരച്ച് ചേർക്കുന്നതുകൊണ്ട് കറിക്ക് നല്ല തിക്കായിരിക്കട്ടെ. ഇത് ചൂടാറും തോറും ഇത് നല്ല കട്ടിയായി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.